ഞാൻ ഉഷാകൃഷ്ണൻ മുംബൈയിൽ നിന്നും. ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയാണ്. ഒരു ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞത്, ബിഗ് ബോസ് സീസൺ കഴിഞ്ഞ് അതിൻ്റെ സെറ്റും പൊളിച്ച് എല്ലാവരും വീട്ടിലെത്തി. പക്ഷേ കണ്ടസ്റ്റൻ്റ് തമ്മിലും ഇവിടെ യൂട്യൂബേഴ്സ് തമ്മിലും അടി ഇതുവരെ തീരാറായിട്ടില്ല. ജാസ്മിൻ ഒരു സീക്രട്ട് ഏജൻറ്റ് എന്തിനു വേണ്ടിയാണ് ബിഗ് ബോസിൽ പോയെന്നുമില്ല അറിയില്ല. ഇത് ജാസ്മിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി അവിടെ വരെ പോയതാണ്, വെറുതെ അവിടെ കെട്ടിയിട്ടാണ്. സായി പോയിട്ട് ഒരാളുടെ ഒരു അവസരമല്ലേ അവിടെ കളഞ്ഞത്. അവിടെ പോയിട്ടൊരു ഒരു നല്ലൊരു ടാസ്ക്കായ പണപ്പെട്ടിയുടെ ടാസ്കും കൊള്ളാക്കി. 5 ലക്ഷം കണ്ടപ്പോൾ സായി അത് കണ്ട് എന്തോ പൈസ കാണാത്ത രീതിയിൽ അതെടുത്തിട്ട് ഓടിപ്പോകുന്നു. എന്തിനു വേണ്ടിയാണ് അതൊക്കെ ചെയ്തതെന്ന് ആർക്കും അറിയില്ല. ഇപ്പം അതേ കാണുന്ന ഒരു വിവി ഹിയർ, ഇപ്പം എല്ലാ യൂട്യൂബേഴ്സ് ഇട്ട് കളിക്കുന്നത് വിവി ഹിയർ. ഇതാരാന്ന് അറിയില്ല. അയാളുടെ എല്ലാവരുടെ ഫ്രണ്ടും ആണെന്നും പറയുന്നുണ്ട്. ഇത്രയും വലിയൊരു ഫ്രണ്ട് മറ്റുള്ളവരെ ചതിക്കുമോ? എന്തെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ എല്ലാവരുമായിട്ടും അങ്ങോട്ടും കൊണ്ടുണ്ടാവുമല്ലോ. ഇപ്പം ജാസ്മിൻ്റെ വാപ്പ പാവം അയാളുടെ മോളുടെ കാര്യം പറഞ്ഞതാ, അതുപോലെ ഇപ്പോൾ പബ്ലിക്കായിട്ട്. ശരിക്കും ബിഗ് ബോസ് സീസണിൽ ഈ 6 സായി എന്തിനാ പോയത്? ഒരാളുടെ അവസരമല്ല കളഞ്ഞത്. പക്ഷേ ബിഗ് ബോസിലേക്ക് പോകുന്നവർ അവിടെ എത്തുന്നത് വരെ ആരോടും പറയരുതെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സായി ജാസ്മിൻ്റെ വാപ്പോട് പറഞ്ഞു ഞാനിങ്ങനെ ബിഗ് ബോസിൽ പോവുകയാണെന്ന്? അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അതിൻ്റെ ബിഗ് ബോസിൻ്റെ നിയമം എന്ന് പറയുന്നുണ്ട്. അപ്പം നിയമം തെറ്റിക്കല്ലേ സായി ചെയ്തത്. ജാസ്മിൻ്റെ പേരിലുള്ള അടി, സീക്രട്ട് ഏജൻറ്റിൻ്റെ പേരിലുള്ള അടി, സ്നേഹയുടെ പേരിലുള്ള അടി, എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ എന്നറിയില്ലേ. ഇപ്പോൾ യൂട്യൂബർ കാണുമ്പോൾ ഇതൊക്കെ കണ്ട് ആകെ ഒരു ഇതായി തുടങ്ങി. പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങൾ ചെളി വാരി അറിയാതെ എന്താ കാര്യം എന്ന് വെച്ചാൽ സോൾവ് ആക്ക്. ജാസ്മിൻ്റെ പ്രശ്നം എന്താണെന്നോ മറ്റുള്ളവരായിട്ടുള്ള പ്രശ്നം എന്താണെന്നോ ഒന്നും മനസ്സിലാവണില്ല. ജാസ്മിൻ അങ്ങോട്ട് ചീത്ത പറയണം, അവരിങ്ങോട്ട് ചീത്ത പറയണം. ജാസ്മിൻ പോയി കളിച്ച് ഗബ്രിയായിട്ടുള്ള കളി കണ്ടിട്ടാണ് ഇവിടെ എല്ലാവരും അതിനെപ്പറ്റി പറഞ്ഞേക്കണത്. അല്ലാതെ ജാസ്മിൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളൊന്നും അല്ല പറയണം. പബ്ലിക്കായിട്ട് ജാസ്മിൻ വന്ന് കാണിച്ച കാര്യങ്ങളാണ് യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ യൂട്യൂബേഴ്സ് ആരുടെ വീട്ടിൽ പോയിട്ടൊന്നുമല്ല പറഞ്ഞത്. അപ്പോൾ ജാസ്മിൻ ശരിക്കും കേസ് കൊടുക്കുന്നത് ബിഗ് ബോസിന് വേണ്ടിയിട്ടല്ലേ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബേഴ്സിന് ഉള്ള അടിയല്ലാതെ ഉണ്ടാക്കാതെ ബിഗ് ബോസിനെ പോയി വഴക്കുണ്ടാക്കുക. അവരോട് പറയാം എന്തിനു വേണ്ടിയാണ് ഞാൻ കാണിച്ചതൊക്കെ വെളിയിൽ കാണിച്ചതെന്ന് ചോദിക്കാം. അതൊക്കെയല്ലേ വേണ്ടേ. അല്ലാതെ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബേഴ്സ് തമ്മിൽ അടി ഉണ്ടാക്കിയിട്ട് എത്ര പേര് വായടയ്ക്കാൻ പറ്റും ജാസ്മിന്? ജാസ്മിൻ കുറേ യൂട്യൂബിൽ വന്ന് പറയും. മറ്റുള്ള സായി വന്ന് കുറച്ച് ദിവസം എന്താ ആ ബിഗ് ബോസിൻ്റെ ഹാങ് ഓവർ മാറാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ, ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് അടിയിടണോ വഴക്കിടണോ എന്താ ചെയ്യണമെന്ന് സായിക്ക് തന്നെ അറിയില്ല. എത്ര പേര് യൂട്യൂബിൽ പോയി വെറുതെ ഇരുന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാവരും ചീത്ത പറഞ്ഞ് മറ്റുള്ളവരെ കേൾപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? ചെയ്ത കാര്യമല്ലേ. സായിക്ക് ഫോൺ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ശരിക്കും ജാസ്മിൻ്റെ വാപ്പയ്ക്ക്? അവർ ഓൾറെഡി വിഷമിച്ചിരിക്കുകയാണ്. അത് ഫോണിൽ കൂടി അല്ലാതെ എന്തിനു പറഞ്ഞു സായി പോണത് കാര്യം? ബിഗ് ബോസ് എല്ലാം സീക്രട്ട് ഏജൻറ്റ് പബ്ലിക് ഏജൻ്റായിട്ടാണോ പോയതെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ശരിക്കും. അപ്പോൾ ഒന്ന് പ്രതികരിക്കാൻ പറ്റില്ല. കാരണം സായിക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ശരിക്കും ചെയ്ത ഒരാൾ തന്നെയാണ്. അതുപോലെ തന്നെ ജാസ്മിന് സൈബർ ബുള്ളിങ്ങിനെ പറ്റി പറഞ്ഞൊരാളാണ് ഞാൻ. അതുകൊണ്ടാണ് വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. കേൾക്കുമ്പോൾ എന്താ പറയണേന്നറിയില്ല. നമ്മുടെ റോബിന് കിട്ടി. റോബിനും ഇപ്പോൾ എന്തോ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് വിവി ഹിയർ. ഈ വിവി ഹിയറിനോട് ഇവരൊക്കെ ഇത്രയും കാര്യം പറയാൻ അയാൾ ആരായിരുന്നു? നിങ്ങൾക്ക് പോയി പറഞ്ഞിട്ട് മറ്റുള്ളവർ കേട്ടിട്ടും അല്ലേ അയാൾ ഇതൊക്കെ കിടന്ന് കാട്ടിക്കൂട്ടിയത്? ഇനി അനുഭവിക്കുക എല്ലാവരും കൂടി യൂട്യൂബേഴ്സ്. അല്ലാതെ എന്താ? ഇതൊക്കെ കേട്ടപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഞാനാരുമല്ല, എനിക്കൊരു സബ്സ്ക്രൈബർ പോലും ഇല്ലാത്ത ഒരാളാണ്. എന്നാലും പറഞ്ഞു എന്നുള്ളൂ.